ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടന ഓരോ ഭാരതീയർക്കും നൽകുന്നുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശവും അവർക്കുണ്ട്. എന്നാൽ ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ടവരുടെ മേൽ കുതിര കയറാനുള്ള അവകാശമൊട്ട് നൽകുന്നുമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മുൻ ന്യായാധിപൻ തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ച ഒരു കാര്യം തികച്ചും വർഗീയ വിദ്വേഷം ഇളക്കിവിടുന്ന വിധത്തിൽ ക്രൈസ്തവ സഭാവിശ്വാസത്തെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭാവിശ്വാസത്തെ വളരെ മോശമായി താറടിച്ച് കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അപ്പോളെ ഉറഞ്ഞു തുള്ളുന്ന അനേകർ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് പാസ്റ്റർ അനിൽക്കുടിത്തോട്ടം ഇങ്ങനെ ചിലർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ചിലർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ടോ? ഇല്ല. അതിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ജുഡീഷ്യൽ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായി പൗരന്റെ വേദപുസ്തകം പോലും ഭരണഘടനയാണ്. അങ്ങനെ കാണണ്ട. പൗരന്റെ മതഗ്രന്ഥമാണ് ഭരണഘടന. അത് വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിലിരുന്ന ഒരു മാന്യദേഹം. അപ്പോൾ ഇതോട് ചേർത്ത് നമ്മളുടെ ഒരു വ്യക്തിത്വത്തിന്റെ പേര് കൂടി പേരല്ല, പ്രവൃത്തി പറയാതിരിക്കാൻ വയ്യ. ഈ മന്ത്രവാദികളെ വിളിച്ച് കേസ് തെളിയിക്കുന്ന ഒരു പോലീസ് ഓഫീസർ നമ്മുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. ഇവരൊക്കെ കൈകാര്യം ചെയ്ത കേസും എത്ര നിരപരാധികൾ ഈ മന്ത്രവാദി നിമിത്തം അകത്ത് കിടപ്പുണ്ടെന്നറിയും. മന്ത്രവാദി കേട് ചെയ്യുക, അതിനനുസരിച്ച് പോയിട്ട് പ്രതിയെ പിടിക്കുക. ഈ രൂപത്തില് ഈ ജുഡീഷ്യറിയിൽ ഇരുന്നവര് ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയിട്ടുണ്ടോ നമ്മുടെ ഈ നിലയിലേക്ക് പോവാ കാര്യങ്ങൾ. ഇതെത്രമാത്രം ലോജിക്കില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്ന ഓർക്കണം. നമ്മൾ വളരെ ലോജിക്കലായി പ്രിപ്പയർ ചെയ്ത ഒരു ഭരണഘടന നമ്മുടെ മുമ്പിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം പട്ടാളം ഭരിച്ചിട്ടില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. ഒരു നിമിഷം, 100 കുറ്റം പറയുമ്പോഴും ഒരു നിമിഷം പട്ടാളം ഭരിക്കാൻ കഴിയാത്ത വിധം അതിലെ ഘടന വളരെ ജനാധിപത്യപരമായി സംസ്കരിച്ചെടുത്ത ഒന്നാണ്. ആ ഭൂമികയിൽ കാലൂന്നി നിന്നുകൊണ്ടാണ് ഇത്തരം കക്ഷികൾ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഇവരെല്ലാം ഉള്ളില് മതപരമായ ഒരു വികാരത്തെ ആദ്യം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അവിടെ ക്രൈസ്തവർ ഇക്കാര്യത്തിൽ കാട്ടുന്നത് ഒരു പരാജയമെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷെങ്കിൽ ഇവിടെ എത്രയോ സൗമ്യമായിട്ടാണ് റോയിച്ചന് സംസാരിക്കുന്നത്. അദ്ദേഹം പേര് പറയുന്നില്ല പലരുടെയും. അത് അദ്ദേഹത്തിന്റെ മാന്യതയുടെ ഉയർന്ന രൂപമാണ്. അത് ക്രിസ്ത്യാനിത്വത്തിന്റെ തന്നെ ഒരു സംസ്കാരമാണ്. വേദന നമ്മൾ അറിയുന്നു, പക്ഷെ അതിൽ പ്രതികരിക്കുന്നില്ല. സഹിഷ്ണുതയാണ് അതിന്റെ മാനദണ്ഡം. ഞങ്ങൾ ആക്ടിവിസ്റ്റുകൾ കുറെ കൂടി ഇറങ്ങി പേരുമൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇത്തരം പുരോഹിത ശ്രേഷ്ഠന്മാര് പരിമിതികളുണ്ട്. ആ പരിമിതികള് ദൗർബല്യമായ ഒരു സമൂഹം കാണുന്നു. ഇത് തിരിച്ചറിയുന്നില്ല എന്നത് കുറ്റമായിട്ട് കാണരുത്. കാരണം ക്രിസ്ത്യാനിത്വം മതപരമായ സങ്കുചിത ബോധത്തിലല്ല അതിരിക്കുന്നത്. അതിലൊക്കെ അപ്പുറത്താണത്. അതിന്റെ അർത്ഥമൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. ദാർശനികമായ ഒട്ടേറെ മാനങ്ങൾ. ഇവിടിപ്പോൾ അങ്ങനോട് ചോദിച്ചൊരു ചോദ്യം, ഈ സ്ഥാനത്തൊക്കെ ഇരുന്നു കൊണ്ട് ആളുകൾ നടത്തുന്ന പ്രസ്താവനയല്ല. ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ ഇരുന്ന് നടത്തുന്ന പ്രസ്താവനയല്ല അവലംബിക്കുന്നത്. അവർ നിയമജ്ഞരായിരുന്നപ്പോൾ, വിധി പുറപ്പെടുവിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് നീതി കിട്ടിയോ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. അവരെ ഓർത്താണ്. ഇത്തരത്തിലുള്ള ആളുകൾ വകതിരിവില്ലാതെ വിധിച്ച വിധി കൊണ്ട് എത്ര നിരപരാധികൾ അകത്ത് കിടപ്പുണ്ട്, എത്ര അപരാധികൾ നമ്മുടെ രാജ്യത്ത് കൂടി സ്വൈര്യമായി നടക്കുന്നുണ്ട്. അവരൊക്കെയാണോ ഇന്ന് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ അതിന്റെ മറുപുറം പരിശോധിക്കേണ്ട ഒരപകടാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കത്തിൽ ബ്യൂറോക്രസിയും അതുപോലെ ജുഡീഷ്യറിയും ജനാധിപത്യവും എല്ലാം ഒരുതരം മതവൽക്കരണത്തിനൊരു നല്ല അർത്ഥമുണ്ട്. മതം മാത്രമല്ല ഭീകരമായിരിക്കുന്നത്, അതിന് നല്ല വശങ്ങളും മൂല്യങ്ങളുമുണ്ട്. ആ മൂല്യങ്ങൾക്ക് പുറത്തേക്കിറങ്ങി മതം ജാതിക്കും വർഗീയതയ്ക്കും വഴിമാറി ആ ചുവയോടെ മാത്രം സംസാരിക്കുന്ന ഒരു പരിസ്ഥിതി. ഇവിടെ ക്രൈസ്തവന് പറ്റിയ ഒരു പരാജയമോ അല്ലെങ്കിൽ അതിന്റെ സവിശേഷതയോ, ക്രൈസ്തവൻ മനുഷ്യന് വേണ്ടിയാണ് വാദിച്ചത്, നാളെയും അങ്ങനെ ആയിരിക്കണം. മനുഷ്യന് വേണ്ടിയാണ് വാദിച്ചത്, ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല. അതെങ്ങും നമ്മൾ കണ്ടില്ല. ഇന്ന് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വരുന്നത് നമുക്ക് സർവൈവ് ചെയ്യണം, നമ്മുടെ തലമുറയ്ക്ക് സർവൈവ് ചെയ്യണം എന്നതുകൊണ്ട് ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് എന്നൊരു സത്യമാണ്. ഫാദർ പറഞ്ഞ ഒരു കാര്യത്തിൽ കൊണ്ടിരിക്കുന്നത് കയറി വരണം, അത് അർത്ഥമെങ്കിലേ പൂർണ്ണമാകുള്ളൂ. ചാവറയച്ചനെ പോലെ ഒരാളെ തമസ്കരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരുകൾ ഇണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഈ അടുത്ത കാലത്ത് നടന്ന നവോത്ഥാന സദസ്സുകളുണ്ട്. ആ നവോത്ഥാന സദസ്സുകളിൽ പോലും ഇത് പുനർവിചിന്തനം ചെയ്യത്തക്കതായ ഒരു അന്തരീക്ഷം ഉണ്ടായില്ല.
ജിഹാദിയായ വാര്യംകുന്നന്റെ പേര് പോലും ഹിന്ദുവിരുദ്ധമായി ആക്രമണം നടത്തിയിട്ട് അങ്ങനെ പോയ ഒരാളുടെ പേര് പോലും ഇന്ന് സാംസ്കാരിക നായകന്മാരുടെ മുൻനിരയിൽ രേഖപ്പെടുത്താൻ മത്സരിക്കുന്ന ഇടത്ത് സാധാരണ ജനങ്ങളിലേക്ക് അപ്പവും അക്ഷരവും എത്തിച്ചവരെ കുറിച്ച് പറയുന്നത് അവഹേളിക്കുന്ന പേരാണ്. പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റി, ഗോതമ്പൊടി കൊടുത്ത് മതം മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പവും അക്ഷരവും വിലക്കപ്പെട്ടവൻ അത് കൊടുക്കാം എന്നുള്ളൊരു ചിന്താധാര കൊണ്ടുവന്നൊരു സമൂഹത്തെ ഇന്ന് ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. പാസ്റ്റർ, ഞാൻ നമ്മുടെ ചോദ്യത്തിലേക്ക് വേഗം നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഈ ഇത്തരത്തിലുള്ള മാന്യദേഹം, ഈ കൊണ്ടുവന്ന പ്രവണത, ഇപ്പോൾ മുമ്പോട്ട് വച്ചിട്ടുള്ള ഈ ആശയം, അത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമാണ്. ഞാൻ അതിന് ക്രൈസ്തവ വിരുദ്ധം എന്ന് പേരിടാൻ ആഗ്രഹിക്കുന്നില്ല. താൻ മാത്രം, തന്റെ സമൂഹം മാത്രം എന്നുള്ള ഇടുങ്ങിയ ബോധമാണ് പ്രകടമാക്കുന്നത്. ഏതായാലും ഈ സോഷ്യൽ മീഡിയയും മറ്റ് സംവിധാനങ്ങളും ഇത്ര കാര്യക്ഷമമായതോടെ അകത്തിരിക്കുന്നത് പുറത്ത് ചാടേണ്ടി വരുന്നു എന്ന ഒരു ദുര്യോഗം അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. പൊതുസമൂഹം അത് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.